കേരളത്തിന് പുറത്ത് കേരളപുരം എന്ന ഒരു സ്ഥലമുണ്ട്. അത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ നാഗർകോവിലിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ കേരളപുരം. അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. അതിശയ ഗണപതിയുടെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകൾ വരുന്ന സ്ഥലമാണ്. ഒരു ദിവസത്തെ ട്രിപ്പായിട്ടോ വൈകുന്നേരത്തേക്കുള്ളൊരു യാത്രയായിട്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ അടുത്ത് തന്നെയുള്ള തമിഴ്നാട്ടിലെ നാഗർകോവിലുള്ള സ്ഥലം. ഞങ്ങളുടെ പ്രതിനിധി വി അരുണാണ് നമ്മളെ അവിടേക്ക് കൊണ്ടുപോകുന്നത്. സുന്ദരമായ കാഴ്ചകളാണ്. കണ്ടതിന് ശേഷം തിരിച്ചെത്താം. കേരളപുരത്തെ പ്രശസ്തമായ മഹാദേവ ക്ഷേത്രമാണിത്. ഈ മഹാദേവ ക്ഷേത്രത്തിനടുത്ത് തന്നെ ഒരു ഗണപതി ക്ഷേത്രം കൂടിയുണ്ട്. അതിശയ ഗണപതി എന്ന് വിളിക്കപ്പെടുന്ന നിറം മാറുന്ന വിഗ്രഹമുള്ള ഗണപതി ക്ഷേത്രം. കർക്കടകം തുടങ്ങുന്നത് മുതൽ ധനുമാസം വരെ കറുത്ത നിറത്തിലായിരിക്കും ഇവിടത്തെ ഗണപതി. മകരം മുതൽ മിഥുനം വരെയുള്ള ഉത്തരായനത്തിൽ വെളുത്ത നിറത്തിലാണ് ഗണേശനെ കാണാൻ കഴിയുക. ഈ സമയം ക്ഷേത്രത്തിലെ കിണറ്റിലെ വെള്ളത്തിനും നിറമാറ്റമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ഗണേശൻ കറക്കുമ്പോൾ വെള്ളം തെളിയും, ഗണേശൻ വെളുക്കുമ്പോൾ വെള്ളം കറക്കും. അവിടം കൊണ്ടും തീരുന്നില്ല അതിശയ ഗണപതി ക്ഷേത്രത്തിലെ അതിശയങ്ങൾ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പടുകൂറ്റൻ അരയാലുണ്ട് ഇവിടെ. ഗണേശൻ കറക്കുമ്പോൾ അരയാലിന്റെ മുഴുവനിലയും പൊഴിയും. വെളുത്ത ഗണേശനുള്ളപ്പോൾ അരയാൽ തളർക്കും. വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ള കല്ലിന്റെ പ്രത്യേകത കൊണ്ടാണ് ഈ നിറം മാറ്റം സംഭവിക്കുന്നതെന്നാണ് ഒരഭിപ്രായം. ദക്ഷിണായനത്തിലും ഉത്തരായനത്തിലും ഇതെങ്ങനെ കൃത്യമായി സംഭവിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കങ്ങളുണ്ട്. 12ാം നൂറ്റാണ്ടിലാണ് ഈ ഗണേശനെ പ്രതിഷ്ഠിച്ചതെന്നാണ് കരുതുന്നത്. കേരളവർമ്മ രാജാവ് രാമേശ്വരം ക്ഷേത്രം സന്ദർശിക്കവേ ദേഹശുദ്ധിക്കായി കടലിലിറങ്ങി. രാമേശ്വരത്ത് കടലിലൂടെ മുട്ടളവ് വെള്ളത്തിൽ ഏറെ ദൂരം നടക്കാനാവും. അങ്ങനെ നടക്കുമ്പോൾ രാജാവിൻ്റെ കാലിലെന്തോ തടഞ്ഞു. നോക്കിയപ്പോൾ അതൊരു ഗണേശ വിഗ്രഹമാണെന്ന് കണ്ടു. രാവണൻ ലങ്കയിൽ പൂജിച്ചിരുന്ന ഗണേശ വിഗ്രഹമാണെന്ന് പ്രശ്നവശാൽ തെളിഞ്ഞു. ആ വിഗ്രഹം രാമേശ്വരത്ത് എത്തിയതാകാം. ആ ഗണപതിയെയാണ് കേരളവർമ്മ രാജാവ് കേരളപുരത്തെ മഹാദേവർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചതെന്നും ഐതിഹ്യം. പ്രതിഷ്ഠ നടന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ വിഗ്രഹത്തിന് നിറം മാറ്റമുണ്ടായി. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഗണപതി ക്ഷേത്രത്തിന്. ഗോപുരമില്ലാതെ കേരളീയ രീതിയിൽ പണികഴിപ്പിച്ചതാണ് കേരളപുരം ക്ഷേത്രം. ചാനൽ ക്യാമറകൾക്ക് വിലക്കുള്ളത് കൊണ്ടാണ് അതിശയ ഗണപതിയെ നമുക്ക് കാണാൻ പറ്റാത്തത്. എന്തായാലും നേരിട്ട് ചെന്നാൽ പ്രേക്ഷകർക്ക് അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്തായാലും വൈകുന്നേര സമയങ്ങളിൽ ഒരു ക്ഷേത്ര പരിസരത്തൊക്കെ പോകുന്നത് തന്നെ മനസ്സിന് വലിയ ശാന്തത നൽകുന്നതാണ്. ക്ഷേത്ര പരിസരമല്ല, ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇടത്ത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണല്ലോ അത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ദൃശ്യങ്ങളോടെയാണ് നമ്മളുടെ വൈകുന്നേരം ഇന്ന് അവസാനിക്കുന്നത്. ഇനി നാളെ കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.